ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എയർ പ്യൂരിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ. ഡൽഹിയിലത്തെ പൊല്യൂഷൻ ഒരുപാട് കൂടുതലാണ്. അപ്പം പ്യൂരിഫയർ വെച്ച് നോക്കിയേക്കാം. ഇതൊരു 1000 സ്ക്വയർ ഫീറ്റ് റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എയർ പ്യൂരിഫയർ ആണ്. 1000 സ്ക്വയർ ഫീറ്റ് റൂമിലേക്കുള്ള ഒരു എയർ ഫിൽറ്റർ നമ്മൾ പ്യൂരിഫയർ വാങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 30,000-35,000 രൂപ വരുന്നുണ്ട്. ഓഫർ കഴിഞ്ഞിട്ട് നമുക്കൊരു ചിലപ്പോൾ 28-25 ആ റേറ്റ് പല റേറ്റിൽ കിട്ടും. എന്നാലും ഇത് അത്രയും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇത് വാങ്ങിയത് 4,900 രൂപയ്ക്ക്. ഏകദേശം 5,000 രൂപ അടുത്ത് വന്നു. ഓൾറെഡി ഡയറക്റ്റ് ക്യൂബോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ. അതുപോലെ ഒത്തിരി കമ്പനികളുടെ ഉണ്ട്, MIയുടെ ഒക്കെ ഉണ്ട്. ബട്ട് മേടിച്ചപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് തന്നെ മേടിച്ചു. നമുക്ക് റൂമിന് അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല, 400-500-ൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. എന്നാലും ഇവിടുത്തെ പൊല്യൂഷൻ അതേമാതിരി കൂടുതലായതുകൊണ്ട് ഇതൊന്ന് വാങ്ങിയതേ ഉള്ളൂ. എൻ്റെ എക്സോസ്റ്റ് ഫാൻ 6 ഇഞ്ചിൻ്റെ മേടിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഫിൽറ്ററിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. കണ്ടോ? അപ്പം അതിൻ്റെ സൈസിനനുസരിച്ചുള്ളതാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ കണ്ടോ, ഇത് നമ്മുടെ സാധാരണ ഫാനിൻ്റെ റെഗുലേറ്റർ പോലത്തെ, അതായത് ഇവിടെയൊക്കെ കൂളറിന് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനത്തെ സെറ്റിംഗ് അല്ല. നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് അതേപോലെ തന്നെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോയ്സ് ഒരുപാട് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് വയറിൻ്റെ ലെങ്ത് ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. ഈ ഫാനിൻ്റെ വയർക്ക് ഇത്രയും കൂടുതലായിരുന്നു. പിന്നെ മെയിൻ ഒരു സാധനം, ഈ ഫാൻ ഇങ്ങനെയായിരുന്നു സക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പോർഷൻ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പില്ലേ, ഇവിടെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ സൈഡിലായിരുന്നു ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫ്രണ്ട് പോർഷനിൽ വെച്ച്. അത് ഇത്തിരി ടഫായിരുന്നു. നോക്കിയൊക്കെ കട്ട് ചെയ്തില്ല, കൈയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു. അതൊരു ഡിസൈനിലൊരു സുഖമില്ലായിരുന്നു, കാണാനും കൊള്ളത്തില്ല. സെക്കൻഡ് തിങ്, സക്ഷനും പ്രോപ്പർ രീതിയിൽ സക്കും ചെയ്തില്ല. അതിനെ ഞാനത് നല്ല കഷ്ടപ്പെട്ടിട്ട് കട്ട് ചെയ്ത്, അതിന് വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ കത്തിയൊക്കെ മേടിച്ച്, എന്നിട്ട് ഇവിടെ മെല്ലെ കട്ട് ചെയ്തു. എന്നിട്ടും കട്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ വേറൊരു കത്തി ഇവിടെ ഉണ്ടായി. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് ഏരിയ മുറിഞ്ഞ് കിട്ടിയിട്ട് പിന്നെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്ത് റൗണ്ടിലാക്കി എടുത്തു. കുറച്ച് സമയം എടുത്തു. ബട്ട് നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ കൈ മുറിഞ്ഞു. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. ഇനി ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ ഏരിയയും കൂടെ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കാം. ഇനി കണക്ഷനാണ്. കണക്ഷനകത്ത് പ്രത്യേകിച്ച് ഒരുപാട് ഹെഡേക്ക് ഒന്നുമില്ല. ഈ റെഗുലേറ്ററിൻ്റെ 2 ലൈനുണ്ട്, അതേ ഫാനിൻ്റെ 2 ലൈനുണ്ട്, അതേപോലെ നമ്മുടെ മെയിൻ പവറിൻ്റെ 2 ലൈനുണ്ട്. അത് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിനകത്തൂടെ എടുത്തിട്ട് കണ്ടോ, ഈ റെഗുലേറ്ററിനും ഉണ്ട് ഇതിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റെഗുലേറ്ററിൻ്റെ ഒരു പോർഷൻ, ഏതെങ്കിലും ഒരു പോർഷൻ മെയിൻ പവറിനകത്ത് കണക്ട് ചെയ്യും. അതിൻ്റെ സെക്കൻഡ് പോർഷൻ ഫാനിൻ്റെ ഒരു ലൈനകത്ത് കണക്ട് ചെയ്തു. പിന്നെ ബാലൻസ് വന്ന 2 ലൈനും കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്തു. അതായത് ബാലൻസ് വന്ന ഒരെണ്ണം ഫാനിൻ്റെ ഒരു ലൈനും നമ്മുടെ മെയിൻ പവറിൻ്റെ ഒരു ലൈനും കൂടിയാണ്. ഇത്രയേ ഉള്ളൂ കാണാൻ സാധിക്കും. ഇതിനി ഡയറക്റ്റ് ഓടിക്കളില്ല. നല്ല വെയിറ്റ് ഉണ്ട് ടിഷ്യൂ പേപ്പറിന്, വെറ്റ് ആയതുകൊണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് 6,700 രൂപയാണ്. 4,900 രൂപ ഫിൽറ്ററിന്, 900 രൂപ ഫാനിന്, 650 രൂപ ഡസ്റ്റ്ബിന്നിന്, 250 രൂപ നമ്മുടെ സ്വിച്ചിനും വയറിനും എല്ലാം കൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.